ടി.പി. ചന്ദ്രശേഖരൻ കൊലക്കേസിൽ പ്രതികളുടെ ശിക്ഷ ഉയർത്തി ഹൈക്കോടതി. 1 മുതൽ 5 വരെയുള്ള പ്രതികൾക്കും 7-ാം പ്രതിക്കും ജീവപര്യന്തം ഇരട്ട ജീവപര്യന്തമാക്കി ഉയർത്തി. 6-ാം പ്രതിക്ക് ജീവപര്യന്തവും 6 മാസവുമാണ് ശിക്ഷ. വിചാരണ കോടതി ഒഴിവാക്കിയ കെ കൃഷ്ണനും ജ്യോതി ബാബുവിനും ജീവപര്യന്തം ശിക്ഷ വിധിച്ചു. 20 വർഷം കഴിയാതെ പരോളോ ശിക്ഷയിൽ ഇളവോ പാടില്ലെന്നും കോടതി വിധിച്ചു. വിധിയെ സ്വാഗതം ചെയ്യുന്നുവെന്നും കെ രവ പ്രതികരിച്ചു. നല്ല വിധിയാണ്, സ്വാഗതം ചെയ്യാണ്. ചില പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തമാണ് കിട്ടിയിരിക്കുന്നത്. നേരത്തെ വിചാരണ കോടതി ഗൂഢാലോചന ചുമത്താത്ത ആളുകൾക്ക് കൂടി ഗൂഢാലോചന ചുമത്തി ശിക്ഷ വിധിച്ചിരിക്കുകയാണ്. നല്ല ശിക്ഷാവിധിയാണ് കിട്ടിയിരിക്കുന്നത്. കോടതി പറഞ്ഞിരിക്കുന്നു, അതിഹീനമായ കൊലപാതകം, രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് അറുതി വരുത്താനുള്ള ഉത്തരവായി കൂടി തന്നെ ഇതിനെ കാണണം എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അത് തന്നെയാണ് ഏറ്റവും പ്രധാനം. കോടതി അത് തന്നെയാണ് കൃത്യമായി സൂചിപ്പിച്ചത്. ബ്രൂട്ടലി ആയിട്ടുള്ള കൊലപാതകമാണ്, ഏറ്റവും ഹീനമാണ്. രാഷ്ട്രീയം പറഞ്ഞതിൻ്റെ പേരിൽ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായതിൻ്റെ പേരിൽ ആരെയും കൊല്ലാൻ പാടില്ല എന്ന് തന്നെയാണ്, ആ സന്ദേശം തന്നെയാണ് ഈ വിധിയുടെ ഏറ്റവും പ്രധാനം. പരമാവധി ശിക്ഷ കൊടുക്കണമെന്നാണ് അല്ല, ഇനി മറ്റു കാര്യങ്ങളൊക്കെ ഇനിയും അപ്പീലുകൾ കോടതികളുണ്ട്, അതൊക്കെ ആലോചിച്ച് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കും. കൂടുതൽ വിവരങ്ങളുമായി രേഷ്മ ബാബു ചേർന്നുണ്ട്. രേഷ്മ, നിലവിൽ കേരളം കാത്തിരുന്ന വിധിയാണ് ഇന്ന് പുറത്തു വന്നത്. നിലവിൽ ഹൈക്കോടതിയുടെ ഈ ഒരു വിധിന്യായത്തെ നമുക്ക് എങ്ങനെ വിലയിരുത്താം? വിചാരണ കോടതി വിധിച്ച ശിക്ഷ അത് വർദ്ധിപ്പിച്ചുകൊണ്ടായിരുന്നു ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് പുറത്തിറങ്ങിയത്. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് പുറത്തിറങ്ങിയത് പ്രതിഭാഗത്തിന്റെ അതോടൊപ്പം തന്നെ പ്രോസിക്യൂഷന്റെ വാദഗതികൾ കൃത്യമായിട്ട് പരിശോധിച്ചതിന് ശേഷമാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ശിക്ഷ വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ ഒരു വിധി പ്രസ്താവം നടത്തിയിട്ടുള്ളത്. അതായത് 1 മുതൽ ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ 1 മുതൽ 8 വരെയുള്ള പ്രതികൾക്കും 11-ാം പ്രതിക്കും ജീവപര്യന്തം തടവ് എന്ന് പറഞ്ഞത് നേരത്തെ വിചാരണ കോടതി വിധിച്ചത് ജീവിതകാലം മുഴുവൻ എന്നുള്ള രീതിയിലാണ്. അതിൽ തന്നെ ഹൈക്കോടതി ചില നിർദ്ദേശങ്ങൾ കൂടി മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. അതായത് ഈ പ്രതികൾക്ക് 20 വർഷം കഴിയാതെ യാതൊരു തരത്തിലും ഇളവ് അനുവദിക്കാൻ പാടില്ല എന്നാണ് ഹൈക്കോടതി വിധിന്യായത്തിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ നേരത്തെ കൊലപാതക കുറ്റം ചുമത്തിയ 1 മുതൽ 7 വരെയുള്ള പ്രതികളും 1 മുതൽ 5 വരെയുള്ള പ്രതികളും അതോടൊപ്പം 7-ാം പ്രതിക്കും ഗൂഢാലോചന കുറ്റത്തിന് കൂടി ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഇരട്ട ജീവപര്യന്തമാണ് 1 മുതൽ 5 വരെയുള്ള പ്രതികൾക്കും 7-ാം പ്രതിക്കും ലഭിച്ചിരിക്കുന്നത്. ഇവർക്ക് നേരത്തെ ഗൂഢാലോചന കുറ്റത്തിന് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചിരുന്നില്ല. അവർക്ക് കൂടി വീണ്ടും ഗൂഢാലോചനയ്ക്ക് ജീവപര്യന്തം തടവ് ഡിവിഷൻ ബെഞ്ച് വിധിച്ചിരിക്കുകയാണ്. ഇതിൽ 6-ാം പ്രതിയായിട്ടുള്ള സിജിത്തിനെ ഗൂഢാലോചന കുറ്റത്തിൽ നിന്നും ഹൈക്കോടതി ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പുതുതായിട്ട് ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള 10-ാം പ്രതിയായിട്ടുള്ള കെ കൃഷ്ണൻ കൂടാതെ ജ്യോതി ബാബു ഇവർക്ക് ജീവപര്യന്തം കഠിന തടവുമാണ് ഹൈക്കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ടത് ഈ രാഷ്ട്രീയ കൊലപാതകങ്ങളെ നിസ്സാരമായിട്ട് കണക്കാക്കാനാകില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹൈക്കോടതി ഈ വിധിന്യായം പുറപ്പെടുവിച്ചിട്ടുള്ളത്. അതിനിഷ്ഠുരമായിട്ടുള്ള കൊലപാതകം മാത്രമല്ല, ഈ ക്രൂരകൃത്യം അല്ലെങ്കിൽ കുറ്റകൃത്യം ജനങ്ങൾക്കിടയിൽ ഭയപ്പാടുണ്ടാക്കി എന്നുകൂടി ഈ വിധി പ്രസ്താവിക്കവേ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിലെ ജഡ്ജിമാരായിട്ടുള്ള ജസ്റ്റിസുമാരായ എ.കെ. ജയശങ്കരൻ നമ്പ്യാരും കൗസർ അടപ്പകത്തും എടുത്തു പറയുക കൂടി ചെയ്തിട്ടുണ്ട്. പിഴത്തുകയിലും വർധനവുണ്ടായിട്ടുണ്ട്. അതായത് 7.5 ലക്ഷം രൂപയാണ് മുഴുവൻ പ്രതികളും കൂടി കെ രമയ്ക്ക് നൽകേണ്ടത്. മാത്രവുമല്ല, ഈ മകനായിട്ടുള്ള ടി.പിയുടെ മകന് 5 ലക്ഷം രൂപ കൂടി നൽകണം. മൊത്തത്തിൽ 12.5 ലക്ഷം രൂപയാണ് പിഴത്തുകയായിട്ട് പ്രതികൾ ഇരഭാഗത്തിന് നൽകേണ്ടത്. എന്തായാലും ഈ വാദഗതികളൊക്കെ തന്നെ പ്രതിഭാഗത്തിന്റെ വാദഗതികളൊക്കെ തന്നെ ഹൈക്കോടതി തള്ളിക്കളഞ്ഞിരിക്കുന്നു. ഒപ്പം തന്നെ ഈ ഗൂഢാലോചന കൃത്യമായിട്ട് നടന്നിട്ടുണ്ട് എന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ആ ഗൂഢാലോചന കുറ്റത്തിനു കൂടി ഹൈക്കോടതി ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ആരോഗ്യ കാരണങ്ങൾ കണക്കിലെടുത്തുകൊണ്ടാണ് ജ്യോതി ബാബുവിനും കെ കൃഷ്ണനും ജീവപര്യന്തം മാത്രമാക്കി ഹൈക്കോടതി ചുരുക്കുകയും ചെയ്തിട്ടുള്ളത്. ഇതിൽ എടുത്തു പറയേണ്ടത് ഇന്ന് വാദം നടന്ന വേളയിൽ ഹൈക്കോടതി നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ തന്നെയാണ്. അതായത് പ്രതിഭാഗം വാദിച്ചത് കേരളത്തിൽ അസാധാരണമല്ല രാഷ്ട്രീയ കൊലപാതകങ്ങൾ എന്നുള്ളതായിരുന്നു. പക്ഷേ ആ ഒരു അസാധാരണമല്ല രാഷ്ട്രീയ കൊലപാതകങ്ങൾ എന്നുള്ള രീതി അല്ലെങ്കിൽ ആ വാദം
അംഗീകരിക്കാൻ സാധിക്കില്ല എന്നുള്ളതായിരുന്നു ഹൈക്കോടതി ആദ്യഘട്ടം മുതലേ വാദത്തിനിടയിൽ സ്വീകരിച്ച നിലപാട്. അത്തരത്തിൽ സാധാരണഗതിയിൽ നടക്കുന്ന ഒന്നാണ് രാഷ്ട്രീയ കൊലപാതകമെന്ന് ചിന്തിക്കുന്ന പലരുമുണ്ട്. ആ ചിന്തയ്ക്ക് അറുതി വരുത്തണമെങ്കിൽ കൃത്യമായിട്ട് വധശിക്ഷ നൽകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് കൂടി ഒരു ഘട്ടത്തിൽ വാദം നടന്ന വേളയിൽ ഹൈക്കോടതി സൂചിപ്പിക്കുക കൂടി ചെയ്തിരുന്നു. ഇതിൽ എന്തുകൊണ്ടാണ് ഈ വധശിക്ഷയിലേക്ക് ഹൈക്കോടതി കടക്കാതിരുന്നത് എന്നുകൂടി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അപൂർവമായിട്ടുള്ള കേസുകളിൽ മാത്രമേ വധശിക്ഷ നൽകുവാൻ പാടുള്ളൂ. മാത്രവുമല്ല, ഈ ബച്ചൻ സിംഗ് കേസിൽ നേരത്തെ സുപ്രീം കോടതിയുടെ ചില മാർഗനിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് അപൂർവമായിട്ടുള്ള കേസുകളിൽ മാത്രമല്ല ഈ പ്രതികൾക്ക് മാനസാന്തരത്തിന് അല്ലെങ്കിൽ നവീകരണത്തിന് സാധ്യതയുണ്ടെങ്കിൽ അക്കാര്യങ്ങൾ അടക്കം ഈ കണക്കിലെടുക്കണമെന്ന് കൂടി സുപ്രീം കോടതിയുടെ മാർഗനിർദ്ദേശമുണ്ട്. ഈ ഘടകം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ജീവപര്യന്തം, ഇരട്ട ജീവപര്യന്തം, അതിൽ തന്നെ ഇളവുകൾ അനുവദിക്കരുതെന്നുള്ള നിർദ്ദേശം കൂടി മുന്നോട്ട് വെച്ചുകൊണ്ട് വധശിക്ഷ ഹൈക്കോടതി ഒഴിവാക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ച ഒരാവശ്യം പരമാവധി ശിക്ഷ നൽകണമെന്നുള്ളതായിരുന്നു. പ്രോസിക്യൂട്ടർ നേരത്തെ മാധ്യമങ്ങളെ കണ്ട വേളയിലും ഈ ശിക്ഷാവിധിയിൽ സന്തോഷമുണ്ട്, പക്ഷേ ഈ ഗൂഢാലോചനയിൽ പങ്കാളികളായിട്ടുള്ള മുഴുവൻ പേരെയും കണ്ടെത്തിയിട്ടില്ല. അത് സംബന്ധിച്ച് ഹൈക്കോടതിയിൽ അടക്കം ഒരു പരാതി അല്ലെങ്കിൽ ഒരു ഹർജി നിലനിൽപ്പുണ്ട്. ഇതിൽ ഒരു നിയമ പോരാട്ടം തുടരുമെന്നാണ് കെ രമ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും വിചാരണ കോടതി നേരത്തെ അനുവദിച്ച ജീവപര്യന്തം, അതിനപ്പുറത്തേക്ക് ഇളവുകൾ യാതൊരു തരത്തിലും 1 മുതൽ 8 വരെയുള്ള പ്രതികൾക്കും 11ാം പ്രതിയായിട്ടുള്ള ട്രൗസർ മനോജിനും നൽകരുതെന്നാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിധിന്യായത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രവുമല്ല, ഗൂഢാലോചന കുറ്റത്തിനു കൂടി 1 മുതൽ 5 വരെയുള്ള പ്രതികൾക്കും 7ാം പ്രതിക്കും ജീവപര്യന്തം കഠിന തടവ് കൂടി ഹൈക്കോടതി വിധിച്ചിരിക്കുന്നു. അങ്ങനെ ഇരട്ട ജീവപര്യന്തം 1 മുതൽ 5 വരെയുള്ള പ്രതികൾക്കും 7ാം പ്രതിക്കും ലഭിച്ചിരിക്കുന്നു. 1 മുതൽ 8 വരെയുള്ള പ്രതികൾക്കും 11ാം പ്രതിക്കും ജീവിതകാലം മുഴുവൻ ഉള്ള ഒരു തടവ് ശിക്ഷയായിരുന്നു ജീവപര്യന്തമായിട്ട് നേരത്തെ നൽകപ്പെട്ടത്. അതിൽ തന്നെ ഇളവുകൾ അനുവദിക്കാൻ 20 വർഷം കഴിയാതെ ഇളവുകൾ അനുവദിക്കാൻ പാടില്ല എന്നുകൂടി ഹൈക്കോടതിയുടെ നിർദ്ദേശം ഉണ്ടായിരിക്കുന്നു. നിലവിൽ 2012 ഈ കുറ്റകൃത്യം നടന്നത്. 12 വർഷമായിട്ട് ഈ പ്രതികളൊക്കെ തന്നെ ജയിലിലാണ്. അതുകൊണ്ട് തന്നെ ഇനി ഒരു 8 വർഷം കഴിയാതെ ഈ 1 മുതൽ 8 വരെയുള്ള പ്രതികൾക്കും 11ാം പ്രതിക്കും സർക്കാരിന്റെ ഇളവുകൾക്ക് അർഹതയുണ്ടാകില്ല. നിലവിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ശിക്ഷയ്ക്കൊപ്പം തന്നെയാണ് ഹൈക്കോടതി വിധിച്ചിട്ടുള്ള ഈ ശിക്ഷയും കണക്കിലെടുക്കുക. എന്തായാലും ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് സുപ്രധാനമായിട്ടുള്ള വിധി ഉണ്ടായിരിക്കുന്നത് വാദിഭാഗത്തിന്റെ, അതായത് പ്രതിഭാഗത്തിന്റെയും പ്രോസിക്യൂഷന്റെ വാദഗതികൾ ശ്രവിച്ചതിന് ശേഷമാണ്. 2 തവണ, അതായത് ഇന്നലെയും ഇന്നുമായി നടന്ന വാദവേളയിൽ ഒക്കെ തന്നെ പ്രതികളെ നേരിട്ട് ഹാജരാക്കിയിരുന്നു. ആരോഗ്യ കാരണങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് ജ്യോതി ബാബുവിനെ, അതായത് പുതുതായിട്ട് ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള 12ാം പ്രതിയായിട്ടുള്ള ജ്യോതി ബാബുവിനെ ഓൺലൈനായിട്ടാണ് ഹൈക്കോടതി മുൻപാകെ ഹാജരാക്കിയത്. ഈ പ്രതികൾ കുടുംബ പ്രാരാബ്ധങ്ങൾ കണക്കിലെടുത്തുകൊണ്ടും ആരോഗ്യസ്ഥിതികൾ കണക്കിലെടുത്തുകൊണ്ടും തങ്ങൾക്ക് ശിക്ഷയിൽ ഇളവ് വേണമെന്നുള്ള ഒരു വാദമായിരുന്നു ഹൈക്കോടതി മുൻപാകെ ബോധിപ്പിച്ചത്. പക്ഷേ പ്രോസിക്യൂഷൻ ഇക്കാര്യത്തിൽ ഈ രാഷ്ട്രീയ കൊലപാതകം നടത്തിയതിലെ നീചത, ഒപ്പം തന്നെ അതിലെ നിഷ്ഠൂരത അടക്കം ഹൈക്കോടതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. മറ്റൊരു സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യം ഹൈക്കോടതി വാദം നടന്ന വേളയിൽ എടുത്തു പറഞ്ഞത് ഈ കൊലപാതകം നടത്തിയിട്ടുള്ള രീതി, ആ കൊലപാതകം എങ്ങനെയാണ് പൊതുസമൂഹത്തെ അല്ലെങ്കിൽ പൊതുബോധത്തെ ഉണർത്തിയത് തുടങ്ങിയ കാര്യങ്ങൾ അടക്കം ഈ വധശിക്ഷ അല്ലെങ്കിൽ പരമാവധി ശിക്ഷ നൽകുന്ന സമയത്ത് പരിഗണിക്കേണ്ടതല്ല എന്നുള്ളൊരു ചോദ്യം പ്രതിഭാഗ അഭിഭാഷകനോട് ഹൈക്കോടതി ഉന്നയിച്ച സാഹചര്യമുണ്ടായിരുന്നു. എന്തായാലും ഹൈക്കോടതിയുടെ സുപ്രധാന വിധി പ്രസ്താവത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്: ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ 1 മുതൽ 8 വരെയുള്ള പ്രതികൾക്കും 11ാം പ്രതിക്കും ഈ ജീവപര്യന്തം എന്നത് ജീവിതാവസാനം വരെയാണ്. അതിൽ തന്നെ 20 വർഷം കഴിയാതെ യാതൊരു തരത്തിലും അവർക്ക് ഇളവ് അനുവദിക്കാൻ പാടില്ല. ഫലത്തിൽ നിലവിൽ അവർ 12 വർഷം ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ 8 വർഷം കഴിയാതെ അവർക്ക് സർക്കാരിന്റെ യാതൊരു തരത്തിലുമുള്ള ഇളവുകൾ ലഭ്യമാകില്ല. മറ്റൊരു സുപ്രധാനമായിട്ടുള്ള ഒരു നിർദ്ദേശം അല്ലെങ്കിൽ വിധിയിൽ പറഞ്ഞിരിക്കുന്നത് 1 മുതൽ 5 വരെയുള്ള പ്രതികൾക്കും 6ാം പ്രതിയായിട്ടുള്ള സിനോജിനെ ഒഴിവാക്കിയിട്ടുണ്ട്. 7ാം പ്രതിക്കും ഗൂഢാലോചനയ്ക്ക് 1 ജീവപര്യന്തം കൂടി നൽകുന്നു. അങ്ങനെ വരുമ്പോൾ ഇരട്ട ജീവപര്യന്തം 1 മുതൽ 5 വരെയുള്ള പ്രതികൾക്കും 7ാം പ്രതിക്കുമുണ്ട്. ഒപ്പം തന്നെ 12.5 ലക്ഷം രൂപ പിഴത്തുകയായിട്ട് കെ രമയ്ക്കും ടി.പിയുടെ മകനും നൽകണമെന്നുകൂടി ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നു. എന്തായാലും വിചാരണ കോടതി വിധിച്ച ശിക്ഷയ്ക്കപ്പുറത്തേക്ക് അത് വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു വിധി പ്രസ്താവമാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച്
നൽകിയിരിക്കുന്നത്. വിഷ്ണു. രേഷ്മ, നമുക്കറിയാം ഇത്തരത്തിൽ അതായത് വളരെയധികം നിഷ്ഠൂരമായൊരു കൊലപാതകമായിരുന്നു TPയുടേത്. എന്നിരുന്നാൽ കൂടിയും ഒരുപക്ഷെ ഇത്തരത്തിൽ ഈ ഒരു ഘട്ടത്തിൽ കേസ് എത്തി നിൽക്കുമ്പോൾ നമുക്കറിയാം അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് പ്രതികരിച്ച TP ചന്ദ്രശേഖരൻ്റെ ഭാര്യയും MLAയുമായ KK രമ പറഞ്ഞത് ഇങ്ങനെയാണ്. നിലവിൽ ആ വിധിയെ താൻ സ്വാഗതം ചെയ്യുന്നു. എന്നിരുന്നാൽ കൂടിയും ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ പ്രതികൾക്കും ശിക്ഷ ലഭിച്ചിട്ടില്ല. ഇനിയും പ്രതികൾ ഉണ്ട്. ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന നടത്തിയ ആളുകൾ സംബന്ധിച്ചുള്ള അന്വേഷണം നടക്കേണ്ടിയിരിക്കുന്നു. എന്നിരുന്നാൽ കൂടിയും ഒരുപക്ഷെ നിലവിൽ ഈ ഒരു വിധി വന്നതുകൊണ്ട് മാത്രം ഈ TP വധക്കേസിലെ നിയമ പോരാട്ടം അവസാനിക്കുന്നില്ല എന്നുള്ള ഒരു കാര്യം കൂടിയല്ലേ എടുത്തു പറയേണ്ടത്. വിഷ്ണു, നേരത്തെ തന്നെ KK രമ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്, അതായത് നേരത്തെ ഈ ശിക്ഷാവിധി പ്രസ്താവിച്ച സമയത്ത് പോലും ഹൈക്കോടതിയിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം KK രമ പ്രതികരിച്ചത് ഇങ്ങനെയായിരുന്നു. അതായത് ഗൂഢാലോചനയിൽ പങ്കാളികളായിട്ടുള്ള നിരവധി പേർ ഇപ്പോഴും പുറത്തുണ്ട്. അതായത് CPMന്റെ ജില്ലാ നേതൃത്വം മാത്രമല്ല ഈ ഗൂഢാലോചനയിൽ പങ്കെടുത്തിട്ടുള്ളത്, മറിച്ച് സംസ്ഥാന നേതൃത്വത്തിനും പങ്കുണ്ട്. പക്ഷെ അവരൊന്നും തന്നെ ഈ നിയമത്തിന്റെ മുന്നിലേക്ക് എത്തപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ നിയമ പോരാട്ടം തുടരുമെന്നുള്ള ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് KK രമ. നിലവിൽ ഹൈക്കോടതിയിൽ പോലും ഈ ഗൂഢാലോചന സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങളിലേക്ക് അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് രമയുടെ ഹർജിയുണ്ട്. ആ ഹർജിയുമായിട്ട് മുന്നോട്ട് പോകും. ഒപ്പം തന്നെ മേൽക്കോടതിയെ സമീപിക്കുവാനുള്ള നീക്കങ്ങളിലേക്കും കടക്കുമെന്നാണ് RMP നേതൃത്വവും അതോടൊപ്പം KK രമയെ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. കാരണം ഈ ഹൈക്കോടതിയിൽ വന്ന സമയത്താണ് KK കൃഷ്ണനും ഒപ്പം തന്നെ ജ്യോതിബാബുവും കുറ്റക്കാരനെന്ന് ഹൈക്കോടതി വിധിച്ചത്. കാരണം വിചാരണ കോടതി വെറുതെ വിട്ടവരാണ് 10ാം പ്രതിയായിട്ടുള്ള KK കൃഷ്ണനും 12ാം പ്രതിയായിട്ടുള്ള ജ്യോതിബാബു. ഇരുവരും CPMന്റെ പ്രാദേശിക നേതൃത്വത്തിൽ ഉള്ളവരായിരുന്നു. അവരെ വെറുതെ വിട്ടുകൊണ്ടായിരുന്നു വിചാരണ കോടതിയുടെ നടപടി. പക്ഷെ ആ നടപടി ഹൈക്കോടതി റദ്ദാക്കുകയും ഇരുവരെയും ശിക്ഷിക്കുകയുമായിരുന്നു. ആ ശിക്ഷ എന്ന് പറയുന്നത് ഇന്ന് പുറപ്പെടുവിച്ച ശിക്ഷാവിധിയിൽ അവർക്ക് ജീവപര്യന്തം കഠിന തടവാണ് ഹൈക്കോടതി നൽകിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും CPMന്റെ ഭാഗത്തുനിന്ന് ഗൂഢാലോചന ഉണ്ടായി എന്നതിന്റെ വ്യക്തമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു കണ്ടെത്തലാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും KK കൃഷ്ണനെയും അതോടൊപ്പം ജ്യോതിബാബുവിനെ ശിക്ഷിച്ചുകൊണ്ട് പുറത്തു വന്നത്. P മോഹനനെ കുറ്റമുക്തനാക്കിയ നടപടി ഹൈക്കോടതി ശരിവെച്ച ഒരു സാഹചര്യമുണ്ട്. ആ ഒരു കാര്യത്തിലായിരുന്നു KK രമ നേരത്തെ പ്രതികരണം നടത്തിയത്. P മോഹനനെ ശിക്ഷിച്ച നടപടി ഹൈക്കോടതി ശരിവെച്ച സാഹചര്യത്തിൽ മേൽക്കോടതി അടക്കം സമീപിച്ചുകൊണ്ടുള്ള ഒരു നിയമ പോരാട്ടം താൻ തുടരുമെന്ന് തന്നെയാണ് KK രമ അടിയുറച്ച് പറയുന്നത്. ഒപ്പം തന്നെ ഗൂഢാലോചനയിൽ പങ്കാളികളായിട്ടുള്ള നിരവധി പേരുണ്ട്. അവരെയും കൂടി നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണമെന്ന് അവർ വ്യക്തമാക്കി കഴിഞ്ഞു. എന്തായാലും CPMനെ സംബന്ധിച്ച് കനത്ത തിരിച്ചടി നൽകിക്കൊണ്ടുള്ളതായിരുന്നു ഹൈക്കോടതി കഴിഞ്ഞ ആഴ്ച ഈ വിചാരണ കോടതിയുടെ നടപടി ശരിവെച്ചുകൊണ്ട് വിധിച്ച വിധി പ്രസ്താവം. അതോടൊപ്പം തന്നെ ഈ പ്രതികൾക്ക് ജ്യോതിബാബു ആണെങ്കിലും ഒപ്പം തന്നെ KK കൃഷ്ണനാണെങ്കിലും ഈ കൊലയാളി സംഘം എന്ന് പറയുന്നത് CPMന്റെ പ്രാദേശിക നേതൃത്വം അല്ലെങ്കിൽ CPM പാർട്ടി നിയോഗിച്ച ആളുകളാണ്. അവർക്ക് കൃത്യമായിട്ട് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ശിക്ഷ വർദ്ധിപ്പിച്ച ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് പാർട്ടിയെ സംബന്ധിച്ച് വലിയൊരു പ്രതിസന്ധി അല്ലെങ്കിൽ വലിയ രീതിയിലൊരു തിരിച്ചടി ഈ വിധി പ്രസ്താവത്തിലൂടെ ഉണ്ടായിരിക്കുകയാണ്. രേഷ്മ സൂചിപ്പിച്ചതുപോലെ തന്നെ CPMന് ഒരു കനത്ത തിരിച്ചടി തന്നെയാണ് ഇത്തരത്തിൽ ഉണ്ടാകുന്നത്. എന്നിരുന്നാൽ കൂടിയും ഈ വിധി പ്രസ്താവിക്കുന്നതിന് മുൻപ് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയ ഒരു പ്രത്യേക ഒരു സുപ്രധാനപരമായിട്ടുള്ളൊരു നിരീക്ഷണമുണ്ട് എന്ന് പറയുന്നത് നിലവിൽ ഇത്തരം കേസുകളിൽ കുറ്റകൃത്യങ്ങളിൽ ശിക്ഷ അനുഭവിക്കുന്നവർ പരോളിൽ ഇറങ്ങിയിട്ടും വീണ്ടും മറ്റൊരു കുറ്റകൃത്യത്തിൽ പങ്കാളികളാകുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെയെങ്കിൽ കോടതി സർക്കാരിനോട് ചോദിച്ച ഒരു കൃത്യമായ ഒരു ചോദ്യമുണ്ട്. എന്തുകൊണ്ട് ഇത്തരത്തിൽ ഇളവുകൾ അല്ലെങ്കിൽ പരോൾ അടക്കമുള്ള ഇളവുകൾ ഇത്തരത്തിൽ വീണ്ടും കുറ്റകൃത്യങ്ങളിൽ ചെന്ന് പെടുന്നവർക്ക് നൽകുന്നു എന്നുള്ളൊരു കാര്യം കോടതി എടുത്തു ചൂണ്ടിക്കാട്ടി. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ ഇത്തരത്തിലുള്ള കേസുകളിൽ അകപ്പെട്ട് കിടക്കുന്നവർക്ക് സർക്കാർ അനുവദിക്കുന്ന ഇത്തരത്തിലുള്ള ഇളവുകളെ കൂടി ചോദ്യം ചെയ്യുന്ന തരത്തിലേക്കൊരു നിരീക്ഷണം കൂടി ആയി മാറുകയല്ലേ അത്? വിഷ്ണു, ഇന്ന് ഈ അപ്പീലുകളിൽ മേൽ വാദം തുടർന്ന വേളയിലാണ് ഹൈക്കോടതി ഇക്കാര്യത്തിൽ ചില ചോദ്യമുഖങ്ങൾ ഉന്നയിച്ചത്. അതായത് പ്രോസിക്യൂഷൻ എന്തുകൊണ്ടാണ് ഈ പ്രതികളുടെ ശിക്ഷ വർദ്ധിപ്പിക്കണമെന്നുള്ള കാര്യത്തിൽ വാദഗതികൾ മുന്നോട്ട് വെച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാദമായിരുന്നു ഈ പ്രതികൾ കുറ്റകൃത്യം നടത്തി അതിനുശേഷം ജയിലിൽ ശിക്ഷ അനുഭവിക്കവേ പരോളിലിറങ്ങി. ആ പരോളിലിറങ്ങിയ സമയത്ത് കൂടി ഇവർ മറ്റ് ക്രിമിനൽ കേസുകളിൽ പെട്ടു എന്നുള്ളതായിരുന്നു ഈ ശിക്ഷ വർദ്ധിപ്പിക്കണമെന്നുള്ള ഒരു വാദത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചത്. ഇക്കാര്യം ഹൈക്കോടതിയും കണക്കിലെടുത്തു എന്ന് വേണം കരുതാൻ. മാത്രമല്ല ഹൈക്കോടതി ഇത് എടുത്തു പറയുക കൂടി ചെയ്തിട്ടുണ്ട്. അതായത് ഈ ജയിലിൽ കഴിയവേ തന്നെ തല്ലുണ്ടാക്കിയവരാണിവർ. അത്തരത്തിലുള്ളവർക്ക്
പരമാവധി ശിക്ഷ നൽകുന്നതിൽ എന്താണ് തെറ്റെന്ന് ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. അതുകൂടാതെ തന്നെ ഈ പരോളിൽ ഇറങ്ങിയിട്ടും ഇത്തരത്തിൽ ക്രിമിനൽ കേസുകളിൽ പെടുന്നുണ്ട്. അങ്ങനെയുള്ളവർക്ക് എന്തിനാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് സർക്കാർ പരോൾ നൽകുന്നത് എന്നാണ് ഹൈക്കോടതി എടുത്ത് ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ളത്. എന്തായാലും രാഷ്ട്രീയ സ്വാധീനം വെച്ചുകൊണ്ട് ഇത്തരം രാഷ്ട്രീയ കൊലപാതകികൾക്ക് സർക്കാർ നൽകുന്ന പരോളിൽ പോലും ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും വിമർശനം ഉണ്ടായി എന്ന് തന്നെ വേണം ഈ പരാമർശത്തിലൂടെ കരുതാൻ. പ്രത്യേകിച്ച് TP ചന്ദ്രശേഖരൻ വധക്കേസിൽ തന്നെ ഹൈക്കോടതി ഇക്കാര്യം എടുത്തു പറയുകയും ചൂണ്ടിക്കാട്ടുകയും ചെയ്തു എന്നുള്ളതാണ് ഏറെ ഗൗരവകരവും പ്രസക്തവും. കാരണം ഈ TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾ പരോളിൽ ഇരിക്കവെ തന്നെ മറ്റ് ഈ ക്രിമിനൽ കേസുകളിൽ പെട്ട ഒരു സാഹചര്യം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ അടക്കം പുറത്തു വന്നിരുന്നു. ജയിലിലും ഇവർ വലിയ രീതിയിലുള്ള അക്രമങ്ങൾ തുടരുന്നു എന്നുള്ളതായിരുന്നു പുറത്തു വന്നിരുന്ന വിവരം. അത് പ്രോസിക്യൂഷൻ മുന്നോട്ട് വെക്കുകയും അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ ഹൈക്കോടതിയെ അറിയിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് എങ്ങനെയാണ് ഇത്തരത്തിൽ പരോളിൽ ഇറങ്ങിക്കൊണ്ട് ക്രിമിനൽ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് സർക്കാർ വീണ്ടും ഇളവ് അനുവദിക്കുന്നത് അല്ലെങ്കിൽ പരോൾ നൽകുന്നത് തുടങ്ങിയ ചോദ്യങ്ങൾ ഹൈക്കോടതി ഉന്നയിച്ച ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഇത് സർക്കാരിനെ സംബന്ധിച്ച് ഇനി രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് ഏതെങ്കിലും തരത്തിൽ തണലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇളവോ നൽകുന്ന വേളയിൽ ഈ ഹൈക്കോടതി ഉന്നയിച്ച ചോദ്യം പ്രസക്തമാണ്. പ്രത്യേകിച്ച് രാഷ്ട്രീയ കൊലപാതകവുമായി ബന്ധപ്പെട്ട ഒരു കേസിലാണ് ഹൈക്കോടതി ഇത്തരത്തിലൊരു പരാമർശം നടത്തിയത് എന്നുള്ളതും എടുത്തു പറയേണ്ടത് തന്നെയാണ്. വിഷ്ണു, യെസ്, വ്യക്തമാണ്. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് ശിക്ഷ ഉയർത്തിയിരിക്കുകയാണ്. രേഷ്മ ബാബുവാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.